ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി ഇൻ ദ ഗിവൺ ഫിഗർ. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണെന്നും അതിന്റെ ഡയറക്ഷൻ എത്രയാണെന്നും കണ്ടുപിടിക്കുക. ഇപ്പോൾ ഫിഗറിൽ ഇവിടെ ഒരു ബോഡി ഇരിക്കുന്നുണ്ട്. ആ ബോഡിയിലേക്ക് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദർ ആർ ടു ഫോഴ്സസ്, 80 ന്യൂട്ടനും 60 ന്യൂട്ടനും ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നു. വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ്? ഇതിൽ ആക്ട് ചെയ്യപ്പെടുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം, പഠിച്ചിരുന്നു, എന്താണ്, ഒരു മാസിൽ ഒരു ഫോഴ്സ്, ഇങ്ങോട്ടൊരു ഫോഴ്സ് 80 ന്യൂട്ടനും അതേ ഡയറക്ഷനിൽ തന്നെ അടുത്തൊരു ഫോഴ്സ് 60 ന്യൂട്ടനുമാണ് ആക്ട് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്ത് ചെയ്തതിനെ ആഡ് ചെയ്ത് വെച്ചേനെ, 60 + 80 എന്ന് വെച്ച് നമ്മൾ ആഡ് ചെയ്ത് വെച്ചേനെ. ഇനി അതുപോലെ തന്നെ ആ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മാസ് എം ആണ്, ഇങ്ങോട്ടൊരു 60 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഇങ്ങോട്ടൊരു 80 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് വരുന്നത്, സോ നമ്മൾ ഡിഫറൻസ് എടുക്കുമായിരുന്നു. അറിയാം നമുക്ക്. പക്ഷെ ഇവിടെ വരുന്നത് സെയിം ഡയറക്ഷനിലും അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അല്ല, പക്ഷെ ഇതൊരു 2 ഡയമെൻഷനൽ, 2 ഡയറക്ഷനിൽ ഇതിന് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പഠിച്ചു നമ്മൾ. എന്താ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പാരലലോഗ്രാം ലോയോ ട്രയാങ്കുലർ ലോയോ ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഡയഗണൽ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് എന്തറിയാം, രണ്ട് ഫോഴ്സുകൾ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. റിസൾട്ടന്റ് ഫോഴ്സ് R is equal to √of p² + q² + 2pq cos θ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഇതാ രണ്ട് ഫോഴ്സ് ആണ് ഇവിടെ. ഒന്നാമത്തെ ഫോഴ്സിന് നമുക്ക്, ഒന്നാമത്തെ വെക്ടറിനെ P is equal to 80 ന്യൂട്ടൺ എന്നും Q is equal to 60 ന്യൂട്ടൺ എന്നും നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടന്റ് ഇതാണല്ലോ, റിസൾട്ടന്റ് R. റിസൾട്ടന്റ് R is equal to √of എന്തൊക്കെയാ വരുന്നത്? p² + q² അല്ലേ. p² എത്രയാ? 80. 80² + q² is 60. 60² + 2 into p is 80 into q is 60 into cos, angle between them is 60. സോൾവിങ് നമുക്ക് എന്ത് കിട്ടും? 80യുടെ സ്ക്വയർ എത്രയാ? 6400 + 60യുടെ സ്ക്വയർ 3600 + 2 into 80 into 60 into cos 60 is having the value 0.5 or 1/2. അപ്പം നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6400 3600 ചേർത്ത് കഴിഞ്ഞാൽ 10000 വരും അല്ലേ. 10000 + 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 30 വരും. 16 2 കൂടെ ക്യാൻസൽ ചെയ്താൽ 30 എന്ന് വരും. 2 into 8 is 1600. 1600 into 30 എത്രയെന്ന് വരും നമുക്ക്? സോറി, 2 into 8 is 160. 160 into 30 is 4800. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ റൂട്ട് ഉൾപ്പെടെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് ആൻസർ കിട്ടും? വി ഗെറ്റ് ദ ആൻസർ ആസ് 121.65. 121.65 എന്ന ആൻസർ നമുക്ക് കിട്ടും. കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇതിനെ സോൾവ് ചെയ്യാം. റൂട്ട് എടുത്തതിന് ശേഷം സംതിങ് റൂട്ട് സംതിങ് എന്ന് പറയും, നമുക്ക് എഴുതാൻ പറ്റും. എഴുതാൻ പറ്റാത്ത എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, ആൻസർ കിട്ടും. 121.65 എന്ന് കിട്ടും. കണ്ടുപിടിച്ച ആരാണ്? കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് ഫോഴ്സ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. റിസൾട്ടന്റ് ഫോഴ്സ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ളത് രണ്ടും ന്യൂട്ടണിലായതുകൊണ്ട് വി ഗെറ്റ് ദ ആൻസർ ആൾസോ ഇൻ ന്യൂട്ടൺ. 121.65 ന്യൂട്ടൺ എന്നുള്ളത് ആൻസർ കിട്ടുന്നു. തീർന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി എൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ തീറ്റയ്ക്ക് ഇക്വേഷനും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലോ. എന്താ തീറ്റയ്ക്ക് പഠിച്ചിരുന്ന ഇക്വേഷൻ? തീറ്റ ഈസ് ഈക്വൽ ടു, ഇത് മനസ്സിൽ ഓർത്ത് നോക്കിയേ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മനസ്സിൽ വരണം. എന്താണ്? Q sin theta divided by Q sin theta divided by Q sin theta divided by P plus Q. P plus Q അടുത്തത് സൈൻ ആണോ കോസ് ആണോ? കോസ് തീറ്റ. എന്താ ഇക്വേഷൻ ഓർമ്മ വരേണ്ടത്? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് Q sin theta divided by P plus Q cos theta എന്ന് കിട്ടുന്നു. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്താ കിട്ടും നമുക്ക്? ടാൻ ഇൻവേഴ്സ് Q sin theta അല്ലേ. അപ്പോൾ Q ആരാണ്? Q എന്ന് വെച്ചാൽ ഇതാണ് അല്ലേ. 60 into sin 60 divided by P plus Q cos theta. P is 80. 80 plus Q എന്ന് വെച്ച് കഴിഞ്ഞാൽ 60. 60
cos 60 എന്ന് കിട്ടും. ഓൺ സോൾവിങ് ഇത് നമുക്ക് ചെയ്യാൻ വേറെ നിവൃത്തിയൊന്നുമില്ല, കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക മാത്രമേ നമ്മുടെ കയ്യിൽ നിവൃത്തിയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് കളയുക. സിംപ്ലിഫൈ ചെയ്ത് കളയാനായിട്ട് 60 ഇൻറ്റു സൈൻ 60യുടെ വാല്യൂ നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 80 + 60 ഇൻറ്റു കോസ് 60യുടെ വാല്യൂ അറിയാം, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാക്സിമം സോൾവ് ചെയ്ത് വയ്ക്കുക. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ, ഇനിയിപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ എടുക്കാൻ പറ്റും. ആ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 25.28 എന്നൊരു ആൻസർ കിട്ടുന്നു. 25.28 എന്നൊരു ആൻസർ കിട്ടുന്നു. കണ്ടുപിടിച്ചത് തീറ്റയാണ്, സോ ഡിഗ്രി 25.28 ഡിഗ്രി എന്ന് ആൻസർ കിട്ടുന്നു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ അല്ലെങ്കിൽ തന്നിട്ടുള്ള ഫിഗറിൽ നിന്ന് റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. ഒരു ബോക്സ് ഇവിടെ വെച്ചിരുന്നു, 80 ന്യൂട്ടൺ ഇങ്ങോട്ടും 60 ന്യൂട്ടൺ ഇങ്ങോട്ടും കണ്ടുപിടിച്ച് തന്നിട്ട് 60 ഡിഗ്രി എന്ന ആംഗിളും തന്നിരുന്നു. എന്നിട്ട് ചോദിച്ചത് റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഏതാണ്, ഈ ആംഗിൾ ആണോ? അല്ല, ഈ ആംഗിൾ ആണല്ലേ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. എത്രയാണ്? 25.28 ഡിഗ്രി എന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചത്. നോക്കുക, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണഗതിയിൽ ചോദിച്ച് കാണുന്നതാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും എഴുതുന്ന ഒരു ആൻസർ ആണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകരുത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി എല്ലാ കുട്ടികളുടെയും പിന്നിലായി പോകും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, പകർത്തി എഴുതുക. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് ആൻഡ് their resultant are same, what is the angle between the 2 vectors? If the magnitude of the 2 vectors and their resultant are the same, what is the angle between the 2 vectors? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, 2 വെക്ടേഴ്സും അവരുടെ റിസൾട്ടന്റിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. 2 വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും അവരുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? അപ്പോൾ ഏതോ 2 വെക്ടേഴ്സ് ഉണ്ട്, പിയും ക്യൂവും, അല്ലെങ്കിൽ എയും ബിയും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഏതോ 2 വെക്ടേഴ്സ് ഉണ്ട്, പിയും ക്യൂവും. അവരുടെ മാഗ്നിറ്റ്യൂഡും പിയുടെയും ക്യൂവിന്റെയും മാഗ്നിറ്റ്യൂഡും അവരുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. എന്ന് വെച്ചാൽ പിയും ക്യൂവും ആറും റിസൾട്ടന്റ് ആയിട്ട് വരുന്ന ആറും എല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം? ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? r² = p² + q² + 2pq cos θ എന്ന് നമ്മൾ പഠിച്ചു. ഇതിനെ നമ്മൾ r-ന് റൂട്ടൊക്കെ എടുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പി എന്ന് വെച്ചാലും ക്യൂ എന്ന് വെച്ചാലും ആര് തന്നെയാണ്? r തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പിക്കും ക്യൂവിനും പകരം r എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം തീറ്റ കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്തായിട്ട് മാറും? r² = p²ന് പകരം r² എന്ന് കൊടുക്കുക അല്ലേ? കാര്യം പിക്ക് പകരം r വരുന്നുണ്ട്. p²ന് പകരം r² പ്ലസ് ക്യൂവിന് പകരം ആരെ കൊടുക്കാം? r തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാര്യം എല്ലാവരും ഈക്വൽ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ക്യൂവിന് പകരം r-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ q² എന്നുള്ളത് r² തന്നെയാവുന്നു. പ്ലസ് 2 ഇൻറ്റു പിക്ക് പകരം r-നെ കൊടുത്തു, ഇൻറ്റു ക്യൂവിന് പകരവും r-നെ കൊടുത്തു, ഇൻറ്റു കോസ് തീറ്റ. ഈ തീറ്റ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇപ്പം എന്ത് കിട്ടും? ഈ r² + r² എന്ന് വെച്ചാൽ 2r² എന്ന് കിട്ടും. പ്ലസ് 2 ഇൻറ്റു r ഇൻറ്റു r. 2 ഇൻറ്റു r ഇൻറ്റു r എന്ന് വെച്ചാൽ r ഇൻറ്റു r r² ആണ്. ഇൻറ്റു 2 എന്ന് വെച്ചാൽ 2r² കോസ് തീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് പോകാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് കോമൺ ആയിട്ട് എടുക്കുക അല്ലേ? ഇവിടെ നിന്ന് 2r² കോമൺ എടുക്കാം, ഇവിടെ നിന്ന് 2r² കോമൺ എടുക്കാം. ഇപ്പം എന്ത് കിട്ടും? ഓൺ ടേക്കിംഗ് 2r² as കോമൺ, ഇവിടെ ആര് കിട്ടും? 2r² നിന്ന് 2r² എടുത്തു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന 1 ആണ്. 1 പ്ലസ് ഇവിടെ നിന്ന് 2r² എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആര് അവശേഷിക്കും? കോസ് തീറ്റ മാത്രം അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? r² ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ r² റൈറ്റ് സൈഡിൽ r² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 = 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടും. കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ ദം ആയ കോസ് തീറ്റ എത്രയാണെന്നാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 2-നെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്നാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ 2-നെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താ? 1/2 ആവും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന 2 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവുന്നു. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 1/2 = റൈറ്റ് സൈഡിൽ എന്താണ്? 1 പ്ലസ് കോസ് തീറ്റ. 1 പ്ലസ് കോസ് തീറ്റ. കോസ് തീറ്റയല്ലേ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ തീറ്റയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 1 ഇവിടെ ആവശ്യമുണ്ടോ? റൈറ്റ് സൈഡിൽ ഇല്ല, അവനെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം.
അപ്പോൾ എന്ത് കിട്ടും? 1/2 മൈനസ് 1 ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് കിട്ടും. 1/2 മൈനസ് 1 എങ്ങനെ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. എൻ്റെ സൗകര്യാർത്ഥം ഞാൻ കോസ് തീറ്റയെ ആദ്യം എഴുതുന്നു. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 ഈസ് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ കൊടുക്കുക. ദാറ്റ് മീൻസ് 2ൽ നിന്ന് 1 കുറച്ചിട്ട് 2ന്റെ സൈൻ കൊടുക്കുക. 2ൽ നിന്ന് 1 കുറച്ചാൽ 1, വലുതായ 2ന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് 1 മൈനസ് 2 ഈസ് -1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? കണ്ടുപിടിച്ചത് ഇപ്പൊ കിട്ടിയത് കോസ് തീറ്റയാണ്. കോസ് തീറ്റയുടെ ഏത് വാല്യൂ സ്വീകരിക്കുമ്പോഴാണ് 1/2 ഇവിടെ ഉണ്ടാവുന്നത് എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട തീറ്റയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റയ്ക്ക് ഏത് വാല്യൂ സ്വീകരിക്കുമ്പോഴാണ് കോസ് തീറ്റ എന്നുള്ളത് -1/2 ആയിട്ട് മാറുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോസിനെ അപ്പുറത്ത് കൊണ്ടുപോകും. ഈ കോസിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് കോസ് ഇൻവേഴ്സ് ആയിട്ട് മാറുന്നു. കോസിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് ചേഞ്ച് ചെയ്യപ്പെടും? കോസ് ഇൻവേഴ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യപ്പെടും. കോസ് ഇൻവേഴ്സ് ആയിട്ട് ചേഞ്ച് ചെയ്തപ്പെട്ടാൽ എന്താവും? കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. ഇറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഈ കോസ് ഇൻവേഴ്സ് എന്നുള്ളത് സീക്കല്ല. നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതിനെ കുറിച്ചെല്ലാം മാത്സിൽ പഠിച്ചോളും. അപ്പോൾ കോസ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1/cos അല്ല എന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/2 എന്ന് കിട്ടുന്നു. അത് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് കിട്ടുന്നു. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതുവരെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ മതി, ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം? തീറ്റ ഈസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാൻ പറ്റും? 120 ഡിഗ്രി എന്ന് ആൻസർ കിട്ടുന്നു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും അവരുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് വെച്ചാൽ എത്രയാണ്? 120 ഡിഗ്രിയാണ്. തിരിച്ച് ചിന്തിച്ചാൽ എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് 120 ആംഗിളിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ടന്റ് എത്ര തന്നെയായിരിക്കും? അവർക്ക് തുല്യമായിട്ട് തന്നെ കിട്ടും. പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു. ഈ ക്വസ്റ്റ്യനെ നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? രണ്ട് ഈക്വൽ വെക്ടേഴ്സ്, എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന വെക്ടറും എ എന്ന് പറയുന്ന വേറൊരു വെക്ടറും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വന്നേക്കാം, എ എന്ന് പറയുന്ന വെക്ടർ ബി, ഇവിടെ നമുക്ക് എ എന്ന് എഴുതാൻ പറ്റില്ലല്ലോ, ഡയറക്ഷൻ വേറെയാണെന്നുള്ളത് ശരിയാണ്. ഇത് ബി എന്ന് പറയുന്ന വെക്ടറുമാണ്. അവർ പരസ്പരം ഉണ്ടാക്കുന്ന ആംഗിള് 120 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നു എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെന്ന് തന്നിരിക്കുന്നു. ഫൈൻഡ് ദ റിസൾട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ടന്റ് എത്ര തന്നെയായിരിക്കും? എവർക്ക് തുല്യം തന്നെയായിരിക്കും. കാര്യം എന്താണ്? ഈക്വൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സിനെ 120 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടന്റ് കിട്ടുന്ന ആളിന്റെ വാല്യൂ എത്രയാണ്? 6 എന്ന് വെച്ചാൽ അവന്റെ വാല്യൂ ആർക്ക് തുല്യം തന്നെയായിരിക്കും? എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡിന് തുല്യം തന്നെയായിരിക്കും എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടായിരിക്കണം. പറഞ്ഞ ക്വസ്റ്റ്യൻ, രണ്ട് വെക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ മാഗ്നിറ്റ്യൂഡും റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ് എങ്കിൽ ആംഗിൾ എത്ര? കണ്ടുപിടിച്ചു, 120 ഡിഗ്രി. തിരിച്ചു ചിന്തിച്ചു, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടേഴ്സിനെ 120 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും എത്ര തന്നെയായിരിക്കും? അവരുടെ മാഗ്നിറ്റ്യൂഡിന് തുല്യം തന്നെ ആയിരിക്കും എന്ന് തിരിച്ച് ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. തിരിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല, പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ സെഷനിൽ വരുമ്പോഴത്തേക്ക് ചോദിക്കാം. A motor boat is racing towards north at 25 km per hour and water current in the region is 10 km per hour in the direction 60 degree east of south. Find the resultant velocity of the boat. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. നിങ്ങൾക്ക് ഡയറക്ഷൻ ഒന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. ഡയറക്ഷൻ നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ ഫുള്ള് പോകുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിന് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുന്നതിന് എങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. റിവർ, ഒഴുകുന്ന എന്തെങ്കിലും ഒരു വസ്തു, നമ്മളിപ്പോൾ റിവർ എന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം അതായത് സങ്കല്പിച്ചാലും മതി. അപ്പോൾ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഒഴുകി പോവുകയാണ്. ഈ റൈറ്റ് സൈഡിലേക്ക് ഒഴുകി പോകുന്ന വെള്ളത്തിന് എക്രോസ് ആയിട്ട് ഒരാൾ നീന്തുന്നു, സ്വിം ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഒരു ബോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഞാൻ പറയുന്ന കാര്യം വ്യക്തമായി ശ്രദ്ധിക്കുക. ബോട്ട് പോകുന്നത് റിവറിന് എക്രോസ് ആയിട്ടാണ്, ഇങ്ങനെ അല്ല ഇതുപോലെ അല്ല, എക്രോസ് ആയിട്ടാണ്. ഇവിടെ നിന്ന് മുകളിലോട്ടോ മുകളിൽ നിന്ന് താഴോട്ടോ വരികയാണ്. ആ ബോട്ടിനുണ്ടാവുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണോ?
ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴുകാതെ നിൽക്കണമായിരുന്നു. സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ ബോട്ട് നേരെ പോയിരുന്നു. പക്ഷേ ഈ വെള്ളം റണ്ണിങ് വാട്ടർ ആണെങ്കിൽ ഒരിക്കലും ബോട്ടിന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. കാര്യം എന്താണ്? ഈ ബോട്ടിന് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഈ ബോട്ടിനെ, ഇങ്ങനെ പോകുന്ന ബോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പം നേരെ പോകേണ്ട ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. സ്വാഭാവികമായിട്ട് ബോട്ടോ നീന്തുന്ന ആളോ ഞാൻ ഈ വരച്ച ഈ ഒരു പാത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ഇനിയിപ്പോൾ ബോട്ടുകാരൻ നിർബന്ധം പിടിക്കുന്നു എനിക്ക് കൃത്യമായി ഇവിടെ തന്നെ എത്തണം, എങ്കിൽ എന്ത് ചെയ്യണം? ഒന്നീ റിവറിലെ വെള്ളം അനങ്ങാതെ നിർത്തണം. നടക്കുന്ന കാര്യമല്ല, അതെന്തായാലും ഒഴുകും. അപ്പം എന്ത് ചെയ്യും? ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഇവനെന്താ ഇത്രയും ഡിസ്റ്റൻസ് എന്തായാലും വെള്ളം അവനെ കൊണ്ടുപോകും. അപ്പം ഇവൻ എന്ത് ചെയ്യും? ബോട്ടുകാരൻ ഇങ്ങോട്ട് ബോട്ട് തുഴഞ്ഞു പോകും, അല്ലെങ്കിൽ എഞ്ചിൻ ഉപയോഗിച്ച് ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നീന്തി ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകുന്ന ആളിനെ ആര് കൊണ്ടുവരും? വെള്ളം കൊണ്ട് ഇവിടെ എത്തിക്കും. സ്വാഭാവികമായിട്ടും എൻ്റെ പോയിന്റ് ഇവനെ എവിടെ എത്തിച്ചേരാൻ പറ്റും? ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഇതൊരു ലോജിക്കാണ്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് കിട്ടേണ്ടതാണ്. വെള്ളം സ്റ്റിൽ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ബോട്ടിന് നേരെ ഇപ്പുറത്ത് എത്താൻ പറ്റും. ഇനി വെള്ളം ഒഴുകുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ അവൻ ഇവിടെ എത്താനേ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ തന്നെ എത്തണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഈ റണ്ണിങ് വാട്ടറിന് എക്രോസ് ആയിട്ട് അറ്റ് ആൻ ആംഗിൾ തീറ്റ അവൻ ഇങ്ങോട്ട് തുഴഞ്ഞു പോകണം. തുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അവൻ ഇവിടെ എത്താൻ പറ്റും. ഇതതിൻ്റെ ഒരു ലോജിക്ക്. ഇതിനെക്കുറിച്ച് നമുക്ക് ക്രോസിംഗ് ഓഫ് എ റിവർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ പഠിക്കാനായിട്ടുണ്ട്. അത് ഹയർ സെക്കൻഡറിയിൽ ചോദിക്കുന്നത് തന്നെയാണ്. സാധ്യത കുറവാണ്, എങ്കിൽ എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ ഒരുപാട് ചോദിക്കുന്നതാണ്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും, ഇന്നത്തെ ക്ലാസ്സിലല്ല. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാത്രം നോക്കുക. ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും ഈ ഒരു ലോജിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. റണ്ണിങ് വാട്ടറിൽ, ഒഴുകുന്ന വെള്ളത്തിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ദിശയിൽ തുഴഞ്ഞു നീങ്ങാനോ നീന്തി പോകാനോ സാധിക്കുന്നതല്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ ബോട്ട് ഈസ് റേസിംഗ് ടുവേർഡ്സ് നോർത്ത് അറ്റ് എ സ്പീഡ് ഓഫ് 25 km/h. 25 km/h ഒരു ബോട്ട് നോർത്ത് ഡയറക്ഷനിലേക്ക് പോവുകയാണ്. അപ്പം നോർത്ത് സൗത്ത് ഒക്കെ നമുക്കറിയാം അല്ലേ? നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഒക്കെ എങ്ങോട്ടാണ്? മുകളിലോട്ട് നോർത്ത്, താഴേക്ക് സൗത്ത്, വലത് ഭാഗത്തേക്ക് ഈസ്റ്റ്, ഇടത് ഭാഗത്തേക്ക് വെസ്റ്റ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ബോട്ട് എങ്ങോട്ട് പോവുകയാണ്? ടുവേർഡ്സ് നോർത്ത്. ദാറ്റ് മീൻസ് മുകളിലേക്ക് പോവുകയാണ് വിത്ത് എ സ്പീഡ് ഓഫ് എത്രയാണ്? 25 km/h. ഈ ബോട്ട് പോകുന്ന എത്ര വേഗതയിലാണ്? 24 km/h, kmph പോവുകയാണ്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ആൻഡ് വാട്ടർ കറണ്ട് ഇൻ ദ റീജിയൻ ഈസ് 10 km/h. വാട്ടർ കറണ്ട് മീൻസ്, കറണ്ട് എന്ന് വെച്ചാൽ ഒഴുകുന്ന എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വാട്ടർ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഒഴുകുന്ന വേഗത എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 km/h ആണ്. ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇൻ ദ ഡയറക്ഷൻ 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. ഈസ്റ്റ് ഓഫ് സൗത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് സൗത്ത് അല്ലേ? സൗത്തിന്റെ ഈസ്റ്റ് എന്ന് വെച്ചാൽ ഈസ്റ്റ് ഓഫ് സൗത്ത്. സൗത്തിന്റെ ഈസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതാണ്, ഇത് സൗത്ത് ആണെങ്കിൽ ഈസ്റ്റ് ഓഫ് സൗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരും. സൗത്തിന്റെ കിഴക്ക് ഭാഗം. എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ടർ കറണ്ട് ഇൻ ദ റീജിയൻ ഈസ് 10 km/h ഇൻ ദി ഡയറക്ഷൻ 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. സൗത്തിൽ നിന്നും 60 ഡിഗ്രി മാറി, 60 ഡിഗ്രി മാറിയാണ് ആരൊഴുകി പോകുന്നത്? വാട്ടർ ഒഴുകി പോകുന്നത്. സോ ദാറ്റ് വാട്ടർ ഇങ്ങനെയാണ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മളിങ്ങനെ ഒരു പെർപെൻഡിക്കുലർ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ ബോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നീങ്ങുന്നത് അല്ലേ? ആ ബോട്ടിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് എന്ന് വെച്ചാൽ എത്രയാണ്? ഇതാണ് വാട്ടറിന്റെ വെലോസിറ്റി ഓഫ് വാട്ടർ. ഇത് നമുക്ക് വെലോസിറ്റി ഓഫ് ബോട്ട് എന്ന് എടുക്കാം. അത് എത്ര ഡിഗ്രിയാണ്? ഇത് 60 ഡിഗ്രിയാണ് അല്ലേ? അതാ ക്വസ്റ്റ്യൻ പ്രകാരം. ഇത് നോർത്തിലേക്ക് പോകുന്നു, സൗത്തിൽ നിന്നും 60 ഡിഗ്രി മാറി വാട്ടർ ഒഴുകുന്നു. അങ്ങനെയെങ്കിൽ ഈ ബോട്ടിൽ ആക്ട് ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ദി ബോട്ട്. ഈ ബോട്ടിന്റെ റിസൾട്ടന്റ് വെലോസിറ്റി എന്താണ്? വെലോസിറ്റി വെക്ടർ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു വെക്ടറും പോകുന്നു, ഇങ്ങനെ ഒരു വെക്ടറും പോകുന്നു. ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റിസൾട്ടന്റ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആണെങ്കിൽ റിസൾട്ടന്റ് ഏകദേശം ഇങ്ങോട്ടായിരിക്കും പോകുന്നത് അല്ലേ? റിസൾട്ടന്റ് ഇങ്ങോട്ടാണ് ഉണ്ടാവുന്നത്. ആ റിസൾട്ടന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. p² + q² + 2pq cos θ വിത്ത് റൂട്ട്. അതാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു വെലോസിറ്റി ഉണ്ട് 25 km/h എന്നൊരു വെലോസിറ്റി. രണ്ടാമത്തെ ഒരു വെലോസിറ്റി ഉണ്ട് 10 km/h എന്ന വെലോസിറ്റി. ഈ രണ്ട് വെലോസിറ്റിയും കൂടെ എത്രയോ ഒരു ആംഗിളിൽ ഉണ്ടാവുമ്പോൾ അവിടുത്തെ റിസൾട്ടന്റ് എത്രയാണ്? അപ്പൊ ഇവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഡിഗ്രി ആണോ? 60 ഡിഗ്രി ആണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചയാണത്. അങ്ങനെ കണ്ടാൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും. വാട്ട് ഈസ് തീറ്റ? ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. വെക്ടേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇത്. പിയും ഇത് ക്യൂവും ആണെങ്കിൽ ഇതാണ് തീറ്റ. ഇത് പിയും ഇത് ക്യൂവും ആണെങ്കിൽ ഇതാണ് തീറ്റ. തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. വെക്ടേഴ്സിന് പരസ്പരം ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ ഇവിടെ വി ബി എന്ന് പറയുന്ന ബോട്ടിന്റെ വെലോസിറ്റി വെക്ടറും
VW എന്ന് പറയുന്ന വാട്ടറിന്റെ വെലോസിറ്റി വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഈ 60 അല്ല, മറിച്ച് ഇതാണ് 60 ഡിഗ്രി അല്ല, ഇതാണ് തീറ്റ. അതെത്രയാണ്? മൊത്തം 180 അല്ലേ? നോർത്ത് സൗത്ത് ഉണ്ടാക്കുന്ന 180. അപ്പോൾ ഇവിടെ വരുന്ന എത്രയായിരിക്കും? ടോട്ടൽ 180യിൽ നിന്ന് ദിസ് മച്ച് 60 കുറച്ച് കഴിഞ്ഞാൽ ദ ആംഗിൾ ഈസ് 120 ഡിഗ്രി. സോ ഹിയർ ദ തീറ്റ ഈസ് 120 ഡിഗ്രി. ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 120 ഡിഗ്രി. ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രോബ്ലം വ്യക്തമായി ഈസിയായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 25 km/h ബോട്ട് നോർത്ത് ഡയറക്ഷനിൽ പോകുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന വാട്ടറിന്റെ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 km/h ആണ്. ഏത് ഡയറക്ഷനിൽ? 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. സൗത്തിന് ഈസ്റ്റ് മാറി 60 ഡിഗ്രിയിലാണ് അതിന്റെ ഡയറക്ഷൻ ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? എന്തൊക്കെ കണ്ടുപിടിക്കണം? നമുക്ക് റിസൾട്ടന്റ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. അപ്പോൾ റിസൾട്ടന്റ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം ഈ രണ്ട് വെക്ടേഴ്സിനും കൂടെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചാൽ മതി. റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് p² പ്ലസ് q² പ്ലസ് 2pq cos θ എന്നൊരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഇതിനെ p എന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ q എന്ന് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ എത്രയാണ്? പിയുടെ വാല്യൂ എന്ന് വെച്ചാൽ 25 km/h ആണ്. ക്യൂവിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 10 km/h ആണ്. സംശയമൊന്നുമില്ല, അതിലൊന്നും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് p² എത്രയാണ്? 25² പ്ലസ് q² ഈസ് 10² പ്ലസ് 2 ഇൻറ്റു pq ഈസ് 25 ഇൻറ്റു 10 ഇൻറ്റു cos തീറ്റ എത്രയാണ്? 120. അപ്പോൾ cos 120യുടെ വാല്യൂ നമുക്ക് ആവശ്യമുള്ളതാണ്. cos 120യുടെ വാല്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ cos 120യുടെ വാല്യൂ കാണാൻ പഠിച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ച് ചെയ്യാം. വാല്യൂ ഈസ് -1/2. cos 120യുടെ വാല്യൂ -1/2 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25ന്റെ സ്ക്വയർ ഈസ് 625 ഇൻറ്റു പ്ലസ് 10ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 100 ആണ്, പ്ലസ് 2 ഇൻറ്റു 25 ഇൻറ്റു 10. 2 ഇൻറ്റു 25 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 25 50, 50 ഇൻറ്റു 10 500. 500 ഇൻറ്റു cos 120 ഈസ് -1/2. റൂട്ട് ഉണ്ട്, മറന്നു പോകരുത്. അപ്പം നമുക്ക് ആ 500ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 250 കിട്ടും. 250, ഇത് നെഗറ്റീവ് സൈൻ ഈസ് -250. ആൻസർ എന്തെന്ന് കിട്ടും നമുക്ക്? ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 625 പ്ലസ് 100 ഈസ് 725. 725 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 250 മൈനസ് വരും, -250. സോ 725 - 250 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 745 എന്ന ആൻസർ കിട്ടും. റൂട്ട് ഓഫ് 475 എന്ന് കിട്ടും. 475 എന്ന് കിട്ടുന്നു. ഈ റൂട്ട് ഓഫ് 475 നമുക്ക് ഒന്നുകിൽ റൂട്ട് എടുത്തിട്ട് 5 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് റൂട്ട് ഓഫ് സംതിങ് അല്ലെങ്കിൽ റൂട്ട് സംതിങ് എന്ന ഫോർമുലയിലേക്ക് നമുക്ക് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21.79 എന്നൊരു ആൻസർ കിട്ടും. 21.79. ഇത് എന്താ കണ്ടുപിടിച്ച? വെലോസിറ്റി ആണല്ലേ. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? തന്നിട്ടുള്ളത് km/h തന്നെയാണ് രണ്ടുപേരും. സോ ഇവിടുത്തെ ആൻസർ എന്ത് തന്നെയായിരിക്കും? km/h തന്നെ ആയിരിക്കും. പ്രശ്നമൊന്നുമില്ല, നമ്മൾ കണ്ടുപിടിച്ചു. രണ്ട് വെലോസിറ്റികൾ തന്നിരുന്നു, അവരുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചപ്പോൾ നമ്മൾ ഈസിയായി കണ്ടുപിടിച്ചു വെച്ചു. കാര്യം ഇക്വേഷൻ നമുക്കറിയാം. തീർന്നിട്ടില്ല, ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോഴും തെറ്റാൻ ഒരുപാട് സാധ്യത ഉള്ളതാണ്. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് നിലവിൽ 3 മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് q sin θ ഡിവൈഡഡ് ബൈ p പ്ലസ് q cos θ എന്ന ഇക്വേഷൻ പഠിച്ചു വെച്ചു. എന്താ ഇക്വേഷൻ? ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, എന്താ നമ്മുടെ ഇക്വേഷൻ? ഒന്ന് ഓർത്തെ, മനസ്സിലോർത്തെ. എന്താ? q sin θ ഡിവൈഡഡ് ബൈ p പ്ലസ് q cos θ. പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ആംഗിൾ കണ്ടുപിടിക്കാൻ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് q sin θ ഡിവൈഡഡ് ബൈ p പ്ലസ് q cos θ. ഇവിടെ ഇനി നോക്കേണ്ട ഒരു കുഞ്ഞു കാര്യം, ഈ ഫിഗർ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഇതിൽ കുറച്ച് അധികം കാര്യങ്ങൾ എഴുതിയിരുന്നുകൊണ്ട് ഒന്നുകൂടെ വരയ്ക്കുകയാണ്. നമ്മൾ ഇവിടെ എന്താ വരച്ചിട്ടുള്ളത്? 25 km/h ബോട്ട് മൂവ് ചെയ്യാണ്. വരച്ചു. സൗത്ത് ഡയറക്ഷൻ വരച്ചു. ഇത് 10 km/h വാട്ടർ മൂവ് ചെയ്യാണ്. ഇറ്റ് ഈസ് ദി ആംഗിൾ തീറ്റ നമ്മൾ എടുത്തു. ഇനി നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുത്ത ഒരു ഫിഗർ ഒന്ന് മനസ്സിലോർത്തിയിടെ. ഇത് പി ആണ്, ഇത് ക്യൂ ആണ്, ഇത് അവരുടെ റിസൾട്ടന്റ് ആയിരുന്നു അല്ലെ. പാരലലോഗ്രമോ ട്രയാങ്കുലർ ലോ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നോക്കാം. ഇതില് ഇതാണ് ആൽഫ എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്, ശരിയല്ലേ? പിയോട് അടുത്ത് നിൽക്കുന്ന ആരാണ് ആൽഫ?
പിയുടെ അടുത്ത് നിൽക്കുന്ന ആരാണ് ആൽഫ, അല്ലെങ്കിൽ ആൽഫയുടെ അടുത്ത് നിൽക്കുന്ന ആരാണോ അവനാണ് പി. ശരിയല്ലേ? അപ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് ഏകദേശം ഇങ്ങനെയാണല്ലോ വരുന്നത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ആൽഫ. ഈ ആംഗിളാണ് ആൽഫ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് പിയും ഇത് ക്യൂ എന്ന് എടുക്കുക. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആംഗിൾ വേണ്ട, ഇതാണല്ലോ റിസൾട്ടന്റ്. എനിക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഞാൻ ഇതിനെ അങ്ങ് ആൽഫ എന്ന് എടുക്കുന്നു. ഇതിനെ അങ്ങ് ആൽഫ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആൽഫയോട് അടുത്ത് നിൽക്കുന്ന ആളാണ് പി. അപ്പൊ ഇവനെ നമ്മൾ പി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവൻ ആരാവും? ക്യൂ ആ. ഈ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് നല്ലപോലെ നോക്കുക. ഇതൊക്കെ പ്രോബ്ലത്തിൽ നിങ്ങളുടെ മാർക്ക് കൊണ്ട് കളയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബോട്ട്, നേരെ പോയ ബോട്ട് എത്ര ആംഗിളിൽ മാറിയാണ് പോകുന്നതെന്ന് ഇതിനെ ആൽഫയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ ആൽഫയായിട്ട് കണ്ടുപിടിച്ചാൽ ആൽഫയുടെ അടുത്ത് നിൽക്കുന്ന ആളാണ് പി. ഇതിനെ പി എന്ന് കൊടുത്തു. ഇതാരാവും? ക്യൂ. ഓക്കെ, ജോലി തീർന്നു. ഇനി നമുക്ക് ആൽഫ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ക്യൂ സൈൻ തീറ്റ. ക്യൂ ആരാടെ? 10. ഇത് ആൽഫ എടുത്തോണ്ടാണ് ഇത് ക്യൂ ആയത്. ഇപ്പൊ എന്താണ്? 10 സൈൻ തീറ്റ ആണ് അല്ലേ? അവിടെ ആൽഫ അല്ല, തീറ്റയാണ്. ടോട്ടൽ തീറ്റ എത്രയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച? 120 സൈൻ 120 ഡിവൈഡഡ് ബൈ പി. പി ആരാടെ? പി എന്ന് വെച്ചാൽ 25 ആണ്. എന്തുകൊണ്ട് പി 25 ആയി? ഇതാണ് ആൽഫ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇത് 25 ആയി. 25 പ്ലസ് ക്യൂ. ക്യൂ ആരാണ്? 10. 10 ഇൻറ്റു കോസ്, അവിടെയും തീറ്റ തന്നെയാണ്, ആൽഫ അല്ല, 120 ആണ്. 120. ഇവിടെയും നമുക്ക് സൈൻ 120യുടെയും കോസ് 120യുടെയൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണാതെ പഠിച്ച് വെച്ച് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. എങ്കിലും നമുക്ക് അതിൽ ആപ്റ്റ് ആൻസറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. കാര്യം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ ആസ് 23.41. 23.41 ഡിഗ്രി എന്ന ആൽഫയുടെ ആൻസർ കിട്ടും. അവിടെയും തീർന്നിട്ടില്ല. അപ്പോൾ എന്താണ്? ഏത് ഡയറക്ഷനിലാണ് ഈ വസ്തുവിന്റെ വെലോസിറ്റി ആക്ട് ചെയ്യപ്പെടുന്നത്? ഇനിഷ്യൽ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയിൽ നിന്നും 23.41 ഡിഗ്രി വലതേക്ക് മാറിയാണ് അവന് വെലോസിറ്റി ഉണ്ടാവുന്നത്. ഈ വലതേക്ക് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഡയറക്ഷനാണ്, ഈസ്റ്റ് വേർഡ്സ് ആണ് അല്ലേ? ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഈ ബോട്ടിനുണ്ടായിരിക്കുന്ന വെലോസിറ്റി ഈസ് 23.41 ഡിഗ്രി ടുവേർഡ്സ് റൈറ്റ് എന്നോ ടുവേർഡ്സ് ഈസ്റ്റ് ഓഫ് ദി ഒറിജിനൽ വെലോസിറ്റി എന്ന് പറയേണ്ടി വരും. പിടി കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഈ ആംഗിൾ വേണമെങ്കിലും കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആൽഫയ്ക്ക് പകരം ഇതിനെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറയണം? ഈ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിന്റെ വെലോസിറ്റിയിൽ നിന്നും ഇത്രയും ആംഗിൾ മാറിയിട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ പറയണമായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഈ ആൽഫ ആയതുകൊണ്ട്, ഈ ആംഗിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? റിസൾട്ടന്റ് വെലോസിറ്റിയായ R എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 21.79 എന്ന വെലോസിറ്റി എത്ര ഡയറക്ഷനിലാണ് പോകുന്നത്? 23.41 ഡിഗ്രി ടുവേർഡ്സ് റൈറ്റ് ഓഫ് ദ ഇനിഷ്യൽ വെലോസിറ്റി. പറഞ്ഞ കാര്യം നല്ലപോലെ ചിന്തിച്ചു വെക്കുക. കുറച്ച് കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ, അതായത് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൺലൈൻ സെഷനിൽ വരുമ്പോഴത്തേക്ക് ചോദിച്ച് മനസ്സിലാക്കുക. അതിനോടൊപ്പം ഈ പ്രോബ്ലം കൂടെ ചെയ്യാനായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ എ certain day, rain was falling vertically with a speed of 35 meter per second. A wind started blowing after some time with a speed of 12 meter per second in east to west direction. In which direction should a boy waiting in the bus stop hold his umbrella? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല പ്രോബ്ലത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ബേസ് ലെവലിലുള്ള ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ എന്നുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? On a certain rainy day, rain was falling with a velocity of 35 meter per second. ഒരു ഡേയിൽ റെയിൻ ഫോൾ ചെയ്യാണ്. റെയിൻ ഫോൾ ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ് തന്നിട്ടുണ്ട്? 35 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എ വിൻഡ് സ്റ്റാർട്ടഡ് ബ്ലോയിങ് ആഫ്റ്റർ സം ടൈം വിത്ത് എ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കാറ്റടിച്ചു, വിൻഡ് ബ്ലോ ചെയ്തു. ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈസ്റ്റ് റൈറ്റ് സൈഡിലാണെന്നറിയാം, വെസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണെന്നറിയാം. അപ്പോൾ ഈ ഡയറക്ഷനിലാണ്
വിൻഡ് മൂവ് ചെയ്തത് അല്ലേ, 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റിയിൽ കാറ്റടിച്ചു. ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ ഒരു സിറ്റുവേഷനിൽ ആ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന ആളോ, എവിടെ ഇരിക്കുന്ന ആളോ, വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ, ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾ, ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾ എങ്ങനെയാണ് കുട പിടിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ഒരു മഴയത്ത് പോകുമ്പോൾ കുട നേരെ പിടിക്കുകയല്ല ചെയ്യുന്നത്. മഴ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ കുട മുമ്പോട്ടാക്കി പിടിക്കും, ചിലപ്പോൾ ബാക്കിലോട്ടാക്കും, ചിലപ്പോൾ റൈറ്റ് സൈഡിലേക്കാക്കും. നമ്മുടെ ശരീരത്തിൽ വെള്ളം വീഴാത്ത രീതിയിൽ നമ്മൾ കുടയെ മാറ്റി അലൈൻ ചെയ്യും. ഇങ്ങനെ നിന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുട മാറ്റി പിടിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്ത് മഴത്തുള്ളി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴത്തുള്ളി എങ്ങനെയാണ് വീഴുന്നത്? നേരെയല്ലേ മഴത്തുള്ളി വീഴുന്നത്. അപ്പോൾ നമുക്ക് ഇത് ശരീരത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി കുട ഇങ്ങനെ മാത്രം പിടിച്ചാൽ പോരെ? അല്ലല്ലേ. കാറ്റടിക്കുന്ന സമയത്ത് നേരെ മാത്രമല്ല മഴത്തുള്ളി വീഴുന്നത്. മഴത്തുള്ളി എന്ത് ചെയ്യും? മാറും. മഴത്തുള്ളിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യപ്പെടും. കാര്യം എന്താണ്? ഈ കാറ്റടിക്കുന്നതുകൊണ്ടാണ്. രണ്ട് വെക്ടേഴ്സ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് ഇതിന്റെ വെലോസിറ്റി വെക്ടറും മറ്റൊന്ന് വിൻഡിന്റെ വെലോസിറ്റി വെക്ടറും അവിടെ ആക്ട് ചെയ്യപ്പെട്ട് മഴത്തുള്ളിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യപ്പെടും. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കുട പിടിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഏറ്റവും ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ആള് ഇദ്ദേഹം റെസ്റ്റിലാണ്. ഈ നമ്മൾ ഇത് ഫസ്റ്റ് ബേസ് ലെവൽ പഠിച്ചതിന് ശേഷം ഇവൻ മൂവിങ് ആക്കും. മൂവ് ചെയ്യുന്ന ആൾ കുട പിടിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് പഠിക്കും. അപ്പോൾ അതെല്ലാം പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിത് ക്ലിയർ ആയി കിട്ടിയിരിക്കാം. ഇവിടെ എല്ലാം വരുന്ന റിലേറ്റീവ് വെലോസിറ്റി എന്ന കൺസെപ്റ്റ് തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ രണ്ട് വെലോസിറ്റികൾ ആക്ട് ചെയ്യപ്പെടുന്ന കൺസെപ്റ്റാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 35 മീറ്റർ പെർ സെക്കൻഡിൽ മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുന്നു. കാറ്റടിക്കുമ്പോൾ എങ്ങോട്ടാണ് കാറ്റടിക്കുന്നത്? അവിടെ നിന്ന് വലത് നിന്ന് ഇടത്തേക്കാണ് അല്ലേ, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ മഴത്തുള്ളി വീഴുന്നു. മഴത്തുള്ളി വീഴുന്ന മഴത്തുള്ളി ഇതാ ഇങ്ങോട്ടും എന്ത് കിട്ടും? ഒരു വെലോസിറ്റി വെക്ടർ ഉണ്ടായിരിക്കും. അതിൻ്റെ വാല്യൂ ഇത്രയും തന്നിട്ടുണ്ട്, 12 മീറ്റർ പെർ സെക്കൻഡ്. ഈ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടായിരിക്കുമല്ലോ ഭൂമിയിലേക്ക് മഴത്തുള്ളി വീഴുന്നത്. മഴത്തുള്ളിയുടെ വെലോസിറ്റി, കാറ്റിൻ്റെ വെലോസിറ്റി, ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? മഴത്തുള്ളി ഭൂമിയിലേക്ക് പതിക്കുന്നത്. ശരിയാണേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫിഗറിനെ കുറച്ചുകൂടെ താഴേക്ക് വരയ്ക്കുകയാണ്. കാര്യം എനിക്ക് മുകളിൽ പടം വരയ്ക്കാനുള്ളത് കൊണ്ടാണ്. ഇതാ മഴത്തുള്ളി ഇങ്ങനെ വീഴുന്നു വിത്ത് എ വെലോസിറ്റി ഓഫ് 35 മീറ്റർ പെർ സെക്കൻഡ്. കാറ്റിങ്ങനെ അടിക്കുന്നു. കാറ്റിങ്ങനെ അടിക്കുന്ന കാരണം ഇത് 12 മീറ്റർ പെർ സെക്കൻഡ്. ഈ രണ്ട് വെലോസിറ്റിയുടെയും റിസൾട്ടൻ്റ് ആണ് മഴ ഭൂമിയിലേക്ക് പതിക്കുന്ന വെലോസിറ്റി എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊരു വെക്ടർ അല്ലേ. ഒരു വെക്ടറിന്റെ ഹെഡ് മറ്റൊരെണ്ണത്തിന്റെ ടെയിലുമായി ജോയിൻ ചെയ്തിരിക്കുന്നു. സോ നമുക്കൊരു ട്രയാങ്കുലർ ലോ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. ശരിയാണ്? അപ്പോൾ ഈ ഒരു രീതിയിലാണ്, ഇതാണ് റിസൾട്ടന്റ്. ഈ ഒരു രീതിയിലാണ് മഴത്തുള്ളി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ ഇപ്പം ഇങ്ങനെയാണ് മഴത്തുള്ളി വീണുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മഴത്തുള്ളി വീണുകൊണ്ടിരിക്കും. ഇങ്ങനെ മഴത്തുള്ളി വീഴണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട നേരെ പിടിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ കുട പിടിച്ച കാര്യമുണ്ടോ? ഇങ്ങനെ കുട പിടിച്ച ആൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിന്റെ കാലിലും ശരീരത്തിൽ മൊത്തം മഴത്തുള്ളി വീണുകൊണ്ടിരിക്കും. അപ്പം എന്ത് ചെയ്യണം? ഇങ്ങനെ നേരെ പിടിച്ചേക്കണ കുട ഇങ്ങനെ ചരിക്കണം. ചരിച്ച് മഴത്തുള്ളി വരുന്ന അതേ ഡയറക്ഷനിൽ നമ്മൾ കുട പിടിക്കണം. അപ്പോൾ കുട ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ നമ്മൾ കുട പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുന്ന ആളിന്റെ പുറത്ത് ഒരു തുള്ളി വെള്ളവും വീടില്ല, എല്ലാം കുട പിടിച്ചുകൊണ്ട് പോകുള്ളൂ. അപ്പൊ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ കുട പിടിക്കേണ്ടത്? ഈ ഫിഗറിൽ വരച്ചിരിക്കുന്ന ഈ ഡയറക്ഷനിലാണ്. മഴത്തുള്ളി വീഴുന്ന അതേ ഡയറക്ഷനിലാണ്. ഇപ്പോൾ വെർട്ടിക്കലുമായി എത്ര ആംഗിളിലാണ് കുട നമ്മൾ പിടിക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? തീറ്റ തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് ട്രിഗണോമെട്രിക് റേഷ്യോ ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. തീറ്റ ഇതാണെങ്കിൽ ആ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ എന്ത് കിട്ടും? 12 ഡിവൈഡഡ് ബൈ 35. ആംഗിൾ അല്ലേ കണ്ടുപിടിക്കേണ്ട? തീറ്റ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 12 ഡിവൈഡഡ് ബൈ 35. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ചുകൊണ്ട് ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 18.92 എന്ന് കിട്ടുന്നു. 18.92 ഡിഗ്രി എന്ന് കിട്ടുന്നു. എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു കണ്ടീഷനിൽ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും വെർട്ടിക്കൽ ഡയറക്ഷനിൽ നിന്നും 18.92 ഡിഗ്രി, വേണമെങ്കിൽ ആവറേജ് നമുക്ക് 19 ഡിഗ്രി എന്ന് പറയാം. 19 ഡിഗ്രി വലതു ഭാഗത്തേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുട പിടിക്കാം. ഒന്നുകിൽ വലതു ഭാഗത്തേക്ക് എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം? എവിടെ നിന്നാണ് കാറ്റ് വന്നത്? ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് വിൻഡ് ബ്ലോ ചെയ്തല്ലേ. അപ്പോൾ കാറ്റ് വരുന്ന അതേ ഡയറക്ഷനിലേക്കാണല്ലോ നമ്മൾ തിരിക്കുന്നത്. ഒന്നുകിൽ കാറ്റ് വരുന്ന ഡയറക്ഷനിലേക്ക് 19 ഡിഗ്രി, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് 19 ഡിഗ്രി, അതും അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 19 ഡിഗ്രി മാറ്റിയാണ് നമ്മൾ കുട പിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 35 മീറ്റർ പെർ സെക്കൻഡിൽ മഴ വീണു, 12 മീറ്റർ പെർ സെക്കൻഡിൽ കാറ്റടിച്ചു, നമ്മൾക്ക് ഇങ്ങനെ കുട പിടിക്കണം.
അപ്പോൾ കുട പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ആദ്യം ഏത് രീതിയിലാണ് മഴത്തുള്ളി ഭൂമിയിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും ബൈ സോൾവിങ് ദ വെക്ടേഴ്സ്. അതിനുശേഷമാണ് നമ്മൾ കുട എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. നല്ലപോലെ ആലോചിച്ച് നോക്കുക. ഏറ്റവും ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ അടുത്ത ലെവൽ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സെഷനിൽ വരുമ്പോഴത്തേക്ക് ചോദിക്കുക. ഈ ഒരു പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു വെക്ടർ എൻ്റെ കയ്യിലുണ്ട്, എ എന്ന് പറയുന്ന ഒരു വെക്ടർ. ചുമ്മാ ഒരു വെക്ടർ, എവിടെ നിന്ന് ഒരു വെക്ടറിനെ ഞാൻ കൊണ്ടുകൂടെ വെച്ചു. ഈ ഒരു വെക്ടറിനെ ഞാൻ ഇങ്ങനെ രണ്ട് ലൈൻസ് വരച്ചു, ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു വെക്ടർ ഉണ്ടായിരുന്നു എക്സ്, ഇവിടെ ഒരു വെക്ടർ ഉണ്ടായിരുന്നു വൈ. ഈ രണ്ട് വെക്ടറും ഉള്ളത് കൊണ്ടാണ് എ എന്ന് പറയുന്ന വെക്ടർ ഉണ്ടായത് എന്ന് ഞാൻ പറയുന്നു. അല്ലാന്ന് പറയാൻ ആർക്കൊണ്ടെങ്കിലും പറ്റുമോ? പറ്റില്ല. കാര്യം ഇതൊരു ട്രയാങ്കിളിന്റെ സൈഡാണ്, ഇതൊരു ട്രയാങ്കിളിന്റെ സൈഡാണ്. അതർ ട്രയാങ്കിൾ ഗീവ്സ് ദ റിസൾട്ടന്റ്. എങ്കിൽ എ എന്ന് വെച്ചാൽ ആരുടെയൊക്കെ റിസൾട്ടന്റ് ആണ്? എക്സിന്റെയും വൈയുടെയും റിസൾട്ടന്റ് തന്നെയാണ് എ. ശരിയല്ലേ? ആണ്. ഇനി വേറൊരു വെക്ടർ എടുക്കുന്നു, ഇങ്ങനെ ഒരു വെക്ടർ എടുക്കുന്നു. ഇങ്ങനെ ഒരു വെക്ടർ എടുക്കുമ്പോഴും ഞാൻ പറയുന്നത് ഇത് ബി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട്, ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട്. ഇവന്റെ വാല്യൂ എൽ ആണ്, ഇവന്റെ വാല്യൂ എം ആണ്. ഈ എൽ എന്നും എം എന്നും പറയുന്ന രണ്ട് വെക്ടറുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ബി എന്ന് പറയുന്ന വെക്ടർ ഇവിടെ ഉള്ളത് എന്ന് ഞാൻ പറയുന്നു. അല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാര്യം ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? രണ്ടിന്റെ സം ആണ് അല്ലേ? എൽ പ്ലസ് എം ആണ്. വെക്ടർ എൽ പ്ലസ് വെക്ടർ എം ആണ് വെക്ടർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കുലർ ലോയെ ഞാൻ തിരിച്ചങ്ങ് ചിന്തിച്ചു. എന്താ പറഞ്ഞത്? ട്രയാങ്കുലർ ലോയിൽ നമ്മൾ ചെയ്ത കാര്യം, ട്രയാങ്കുലർ ലോയിൽ നമ്മൾ പറഞ്ഞത് രണ്ട് വെക്ടേഴ്സ്, ഇവിടെ ഒരു വെക്ടർ ഉണ്ട് എ എന്ന് പറയുന്ന വെക്ടർ, ഇവിടെ ഒരു വെക്ടർ ഉണ്ട് ബി എന്ന് പറയുന്ന വെക്ടർ. ഞാൻ അവനെ പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കാം എളുപ്പത്തിന് വേണ്ടി. എ എന്ന് പറയുന്ന വെക്ടർ, ഇവിടെ ബി എന്ന് പറയുന്ന വെക്ടറും ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് ആര് വരും? ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ വരും അല്ലേ? ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പഠിച്ചു. അപ്പൊ എ എന്നും ബി എന്ന് പറയുന്ന രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു റിസൾട്ടന്റ് ഉണ്ടായിരിക്കും. തിരിച്ചു ചിന്തിക്കുകയാണ്, ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ ഉണ്ടെങ്കിൽ അവന് കാരണമായിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് അവനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് എയും ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വെക്ടറിനെയും രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നുകൂടെ നോക്കാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു വെക്ടറിന്റെ കയ്യിലുണ്ട്, എ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. എ എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു വെക്ടറിനെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു വെക്ടറും ഇങ്ങനെ ഒരു വെക്ടറിനെയും വരച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ രണ്ട് വെക്ടേഴ്സ് എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ എ എന്ന് പറയുന്ന വെക്ടർ ഇവിടെ ഉണ്ടായത് എന്ന് പറയുന്നു. ശരിയല്ലേ? പാരലലോഗ്രാം ലോ കംപ്ലീറ്റ് ചെയ്തൂടെ? അപ്പൊ എന്താണ് ഈ ഡയഗണൽ എന്ന് വെച്ചാൽ എന്താണ്? എ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വെക്ടറിനെയും ആ വെക്ടറിന് കാരണക്കാരായിട്ടുള്ള രണ്ട് വെക്ടേഴ്സായി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടേഴ്സ്. ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ രണ്ട് വെക്ടേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് വെക്ടേഴ്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെക്ടർ എൻ്റെ കയ്യിലുണ്ട്, ഏതോ ഒരു വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ. ആ വെക്ടറിന് ഞാൻ ഒരു ലൈൻ അങ്ങ് കൊടുക്കുന്നു, ചുമ്മാ ഒരു ലൈൻ അങ്ങ് ഇടുന്നു. ആ ലൈനിന് പെർപെൻഡിക്കുലറായി വേറൊരു ലൈനും കൂടെ വരയ്ക്കണം. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എങ്കിൽ എക്സും വൈയും എന്ന് പേര് കൊടുത്താൽ ഇവർ രണ്ടുപേരും കാരണമാണ് ഇവൻ ഉണ്ടായതെന്ന് പറയാവുന്നത് ശരിയാണ്. ഇപ്പൊ ഇങ്ങനൊരു വെക്ടർ ഉണ്ട്, ഞാൻ അവന് ചുമ്മാ ഒരു വെക്ടർ കൺസിഡർ ചെയ്യണം. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെന്ന് വേണമെന്ന് വിചാരിക്കുക. ഞാൻ ചുമ്മാ ഒരു ലൈൻ അങ്ങ് കൺസിഡർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ലൈൻ എം എന്ന് പറയുന്ന ലൈൻ ഞാൻ കൺസിഡർ ചെയ്യും. അതിന് പെർപെൻഡിക്കുലറായി വേറൊരു ലൈനിനെയും കൂടെ അങ്ങ് വരച്ചു, ഈ എമ്മിന് പെർപെൻഡിക്കുലറായിട്ട് എൻ. എങ്കിൽ എന്ത് പറയാം എനിക്ക്? ഈ എമ്മിന്റെയും എന്നിന്റെയും റിസൾട്ടന്റ് ആണ് എക്സ് എന്ന് പറയാം. ഇത്ര ഒരു കൺസെപ്റ്റ് മനസ്സിലിട്ടേക്കുക. എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒന്ന് മനസ്സിലിട്ടേക്കുക. ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോ എടുക്കുന്ന ഏതെങ്കിലും രണ്ട് ലൈൻ എടുത്തിട്ടല്ല നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത്. കുറച്ചും കൂടെ മുകളിലത്തെ ലെവലിലുള്ള പ്രോബ്ലം ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് പ്ലസ് വണ്ണിൽ ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും ഇവനെ നമുക്കങ്ങ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് ദിസ് ഈസ് എ വെക്ടർ വി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ഇവനെ നമ്മളൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും അതിന് സ്പ്ലിറ്റ് ചെയ്യും.
ഇതാ ഇതൊരു വെക്ടർ ആണെങ്കിൽ അവനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് എക്സ് ഡയറക്ഷനിലൊരു കമ്പോണന്റ് ഉണ്ടായിരിക്കും, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടായിരിക്കും. ഇതാ ഇതൊരു വെർട്ടിക്കൽ കമ്പോണന്റ്, വൈ ഡയറക്ഷനിലൊരു കമ്പോണന്റ് എടുക്കുന്നു. ഇത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ചുമ്മാ ഒരു ലൈനും കൺസിഡർ ചെയ്തു, അവന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈനിലൂടെയും എടുക്കുന്നു. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് പറയുന്നു, ഒരു വെക്ടറിന് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഡയറക്ഷൻ കൺസിഡർ ചെയ്യും, വെർട്ടിക്കൽ ആയിട്ട് ഡയറക്ഷൻ കൺസിഡർ ചെയ്യും. ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആയിരിക്കും ഇവിടെ. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെക്ടറിനെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും നമുക്ക് പിരിച്ചെഴുതാൻ പറ്റും. അപ്പൊ എന്താണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെക്ടറിനെ അവന്റെ എക്സ് കമ്പോണന്റ് ആയിട്ടും വൈ കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയും. പറയുന്ന കാര്യം, ഒരു വെക്ടറിനെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമായിട്ടേ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും വിചാരിച്ച് വെച്ചുള്ള എഴുതാം, അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പ്ലസ് 1 പഠിക്കുമ്പോൾ ഒരു വെക്ടർ നമ്മുടെ കയ്യിലുണ്ട്, ഇതൊരു വെക്ടർ ആണെങ്കിൽ അതിനെ നമ്മളൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് പറയും ഇവനും കാരണമാണ് ഇതുണ്ടായതെന്ന് പറയും. അവിടെ മനസ്സിലാക്കുക, ഒരിക്കലും ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റും മാത്രമായിട്ടല്ല നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, ആ വെക്ടറിന് ഇങ്ങനെ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അവന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ മതി. അതാ ബേസിക് ആയിട്ട് മനസ്സിൽ വെക്കേണ്ടത്. ഒരുപാട് പ്രോബ്ലത്തിൽ ആവശ്യമായിട്ട് വരുന്ന കാര്യവും. ഇവിടെ നമുക്ക് എന്തുമാത്രം മതി, ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ശേഷം നമ്മൾ പഠിക്കുന്നു ഹയർ സെക്കൻഡറി ലെവലിൽ NCERT പറഞ്ഞിട്ടുള്ള സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഞാനൊരു വെക്ടറിനെ എടുക്കുകയാണ്, എ എന്ന് പറയുന്ന ഒരു വെക്ടർ. എ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ എടുത്തതിന് ശേഷം ആ വെക്ടറിനെ ഞാനൊരു കാർട്ടീഷ്യൻ പ്ലെയിനകത്ത് കൊണ്ട് വയ്ക്കുന്നു. കാർട്ടീഷ്യൻ പ്ലെയിൻ എന്താണെന്ന് അറിയാലോ, XY പ്ലെയിൻ. XY പ്ലെയിനിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസും ഇത് Y ആക്സിസും വരയ്ക്കും, നീട്ടിയും വരയ്ക്കും. എക്സ് ആക്സിസും ഇത് Y ആക്സിസും വരച്ചു. അതിനുശേഷം ഞാൻ ആ വെക്ടേഴ്സിനെ ഇതിന് O എന്ന് കൊടുക്കുന്നു, എനിക്ക് R എന്ന് കൊടുക്കാം. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു, എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇതിനൊരു പേര് കൊടുക്കണം നമുക്ക്, അതിന് P എന്ന് കൊടുക്കാം. P എന്ന് കൊടുത്തു. ഈ പോയിന്റിൽ നിന്നും Y ആക്സിസിലേക്കും ഒരു പെർപെൻഡിക്കുലർ വരച്ചു, അതിന് നമുക്ക് Q എന്ന് കൊടുക്കാം. Q എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു വെക്ടറിനെ പാരലലോഗ്രാം ലോ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറ്റും. ശരിയല്ലേ? ഈ ഒരു വെക്ടറിനെ പാരലലോഗ്രാം ലോ ആക്കാൻ പറ്റും. അപ്പൊ നമുക്കിതാ OP എന്ന് പറയുന്ന വെക്ടറിനെ AX എന്ന പേര് കൊടുക്കുന്നു. OP എന്ന് പറയുന്ന വെക്ടറിനെ AX എന്ന പേര് കൊടുക്കുന്നു. OQ എന്ന് പറയുന്ന വെക്ടറിനെ Y ഡയറക്ഷനിലായതുകൊണ്ട് AY എന്ന് പേര് കൊടുക്കുന്നു. ഇനി നമുക്കറിയാം ഈ എക്സ് ഡയറക്ഷനിൽ ഒരു ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ ഉണ്ട്, I എന്ന് പറയുന്ന വെക്ടർ അവിടെ കിടപ്പുണ്ട്. Y ഡയറക്ഷനിൽ ഒരു ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ J അവിടെ കിടപ്പുണ്ട്. അതൊക്കെ അവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് ഈ ഒരു പാരലലോഗ്രാമിൽ OPRQ എന്ന പാരലലോഗ്രാമിൽ ഞാൻ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? OP പ്ലസ് OQ. OP പ്ലസ് OQ ഈസ് ഈക്വൽ ടു OR എന്ന ഡയഗണൽ. ശരിയല്ലേ? ദിസ് പ്ലസ് ദിസ് ഈസ് ഈക്വൽ ടു ഡയഗണൽ പാസിംഗ് ത്രൂ ദ കോമൺ പോയിന്റ് പഠിച്ചതാണ്. അപ്പോൾ OP പ്ലസ് OQ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? OR എന്ന് കിട്ടും. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? OR എന്ന് പറഞ്ഞാൽ ആരാടെ? വെക്ടർ A. ശരിയല്ലേ? വെക്ടർ A ഈസ് ഈക്വൽ ടു OP. OP എന്ന് പറഞ്ഞാൽ ആരാണ്? AX എന്ന വെക്ടർ. AX പ്ലസ് OQ എന്ന് വെച്ചാൽ AY. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിനെ അവന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും അവന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റും. ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ അവന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയ AX ആയിട്ടും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള AY ആയിട്ടും നമുക്ക് അവനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്കൊരു ഡയറക്ഷനോട് കൊടുക്കാം. AY ഈസ് ഈക്വൽ ടു വെക്ടർ A ഈസ് ഈക്വൽ ടു AX. AXന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ടുവേർഡ്സ് I. ശരിയല്ലേ? AXന്റെ ഡയറക്ഷൻ Iയുടെ ഡയറക്ഷന് തുല്യമായിട്ടാണ്. പ്ലസ് AY ഇൻറ്റു AYയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ടുവേർഡ്സ് J. അപ്പം നമുക്ക് എന്ത് എഴുതാം? വെക്ടർ A ഈസ് ഈക്വൽ ടു AXI പ്ലസ് AYJ എന്ന് നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് പറ്റും. ഇനി ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ആധികാരികത വരുത്തുകയാണ്. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. OPR എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ OPR. ഈ ട്രയാങ്കിൾ OPRൽ നിന്നും സൈൻ തീറ്റ കണ്ടുപിടിക്കണം. അപ്പൊ തീറ്റ ഇല്ലല്ലേ, അതായത് തീറ്റ. ഈ ട്രയാങ്കിളിൽ നിന്നും സൈൻ തീറ്റ കണ്ടുപിടിക്കാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് അറിയാം. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്
PR, PR, PR divided by hypotenuse is OR. Sin theta is equal to PR divided by OR എന്ന് എഴുതാം. അവിടെ നിന്ന് PRന് ORന് പകരം വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? Sin theta is equal to PR. PR ആരാണ്? PR. PR എന്ന് വെച്ചാൽ ഏത് ലെങ്ത് ആണ്? PR എന്ന് വെച്ചാൽ AY എന്ന ലെങ്ത് ആണ് അല്ലേ? PRന് പകരം എന്തെന്ന് കൊടുത്തു? AY divided by OR. OR എവിടെ? OR എന്ന് വെച്ചാൽ ആരാണ്? വെക്ടർ A ആണ് അല്ലേ? അപ്പോൾ AY divided by A എന്ന് കൊടുത്തു. അവിടെ നിന്ന് AY is equal to എന്ത് എഴുതാം? AY is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ A sin theta എന്ന് എഴുതാം. A sin theta. ഇവിടെ കിടന്നോട്ടെ. ഇക്വേഷൻ നമ്പർ 1 എന്തെങ്കിലും കിടന്നോട്ടെ. ഇനി അതേ ട്രയാങ്കിളിൽ നിന്ന് തന്നെ cos theta കണ്ടുപിടിച്ചാലോ? cos theta is equal to adjacent side divided by hypotenuse. Adjacent side എന്ന് പറഞ്ഞാൽ OP. OP divided by hypotenuse എന്ന് വെച്ചാൽ ആരാണ്? OR. OR. OPക്ക് പകരം എന്ത് കൊടുക്കാം? OP എവിടെ? OPക്ക് പകരം AX എന്ന് കൊടുക്കാം അല്ലേ? AX divided by OR എന്ന് പറഞ്ഞാൽ ആരാണ്? വെക്ടർ A. വെക്ടർ A. എങ്കിൽ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? AX is equal to A cos theta. A cos theta. ഇത് ഇക്വേഷൻ നമ്പർ 2. AXനും AYക്കും വാല്യൂ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ രണ്ട് വാല്യൂസും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമോ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? വെക്ടർ A is equal to AX. AXന് പകരം A cos theta പ്ലസ് AYക്ക് പകരം A sin theta. ഇതാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. ഒന്നാമത് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അവന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അവനെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും നമുക്ക് മാറ്റാൻ പറ്റുന്നു എന്നുള്ളതിന്റെ വേറൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ്? ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അവന് തീറ്റയോട് ചേർന്ന് കിടക്കുന്ന AX എന്ന കോസ് കമ്പോണന്റും തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന AY എന്ന സൈൻ കമ്പോണന്റ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഒരു വെക്ടർ നമ്മുടെ കയ്യിലുണ്ട്. അത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കിയത് R എന്ന് പറയുന്ന ഒരു വെക്ടർ. ഇത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന തീറ്റ ആംഗിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ വെക്ടറിനെ രണ്ട് കമ്പോണന്റ് ആയി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. തീറ്റയോട് ചേർന്ന് നടക്കുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്, അവനാണ് കോസ് കമ്പോണന്റ്. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? R cos theta ആയിരിക്കും. ഈ വെർട്ടിക്കൽ കമ്പോണന്റ് ആരായിരിക്കും? R sin theta ആയിരിക്കും. ഒരു വെക്ടറില് ആംഗിളിനോട് ചേർന്ന് കിടക്കുന്നത് കോസ് കമ്പോണന്റും ആംഗിളിനോട് ദൂരെ നിൽക്കുന്നത് സൈൻ കമ്പോണന്റും ആയിരിക്കും. നമുക്ക് ഏതൊരു വെക്ടറിന് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇങ്ങനൊരു വെക്ടർ വരയ്ക്കുന്നു. ഇങ്ങനൊരു വെക്ടർ വരച്ചതിന് ശേഷം ഇത് ആംഗിൾ തീറ്റ എന്ന് പറയും. ഇത് വെക്ടർ എക്സ് എന്ന് പറയുന്ന വെക്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിനെ നമുക്ക് രണ്ടായിട്ട് എഴുതാം. ഒന്ന് തീറ്റയോട് അടുത്ത് നിൽക്കുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ? തീറ്റയോട് അടുത്ത് നിൽക്കുന്ന കോസ് കമ്പോണന്റ് എക്സ് കോസ് തീറ്റ. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരച്ചാൽ അവനായിരിക്കും എക്സ് സൈൻ തീറ്റ. അപ്പോൾ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അവനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ടും എഴുതാൻ പറ്റും. ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അവന് കോസ് കമ്പോണന്റ് ആയിട്ടും സൈൻ കമ്പോണന്റ് ആയിട്ടും നമുക്ക് അവന് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇതാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. ഒരു കുഞ്ഞ് എക്സാമ്പിളൂടെ പറയുന്നു. ഇതൊരു വെക്ടറാണ്. ഇത് R എന്ന് പറയുന്ന വെക്ടറും ഇത് തീറ്റ എന്ന് പറയുന്ന ആംഗിളും. എങ്കിൽ ഇത് ആരായിരിക്കും? തീറ്റയോട് ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇതാരായിരിക്കും? R കോസ് തീറ്റ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഇതിന് കോസ് കമ്പോണന്റിന് പെർപെൻഡിക്കുലർ വരയ്ക്കാമല്ലോ. അപ്പൊ ഇവൻ ആരായിരിക്കും? R സൈൻ തീറ്റ. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരു വെക്ടറിന് റിസോൾവ് ചെയ്യുമ്പോൾ തീറ്റയോട് അടുത്ത് കിടക്കുന്നത് ആര്? കോസ് കമ്പോണന്റ്. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആര്? സൈൻ കമ്പോണന്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്ത്? ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ 2 ഡയമെൻഷണൽ കണ്ടീഷനിൽ ഒരു വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? A കോസ് തീറ്റ പ്ലസ് A സൈൻ തീറ്റ എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നു എന്ന് പഠിച്ചു. ഇനി അതിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാവോ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ നമ്മൾ വരച്ച പടം ഒന്നുകൂടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. നേരത്തെ നമ്മൾ വരച്ച പടം എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ലേ? ഇത് A എന്ന് പറയുന്നത് വെക്ടർ, ഇത് വെക്ടർ A, ഇത് AX, ഇത് AY എന്ന് നമ്മൾ എടുത്തു. ഇത് തന്നെയാണ് AY. ഇവിടെ എയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് A is equal to by using Pythagoras theorem. Pythagoras theorem ഉപയോഗിച്ച് കൊടുത്താൽ എന്താണ്? AX square plus AY square with a root.
എയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്തെന്ന് എഴുതാം? നമുക്ക് √(ax² + ay² എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എത്ര കമ്പോണന്റാ? പ്ലെയിനിലുള്ളതാണ് അല്ലേ? പ്ലെയിനിലുള്ളതാണ് നമ്മൾ 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചത്. ഇനി ഇത് 3 ഡയമെൻഷനിൽ ആണെങ്കിലോ, ഒരു സ്പേസിലാണെങ്കിലോ, സ്പേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.